നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളൊരു അതിഥി, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയാണ്, മണികണ്ഠൻ ഉളിയക്കോവിൽ. അപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്, അഭിനേതാവാണ്, പിന്നെ നാടകം അഭിനയിക്കും, അങ്ങനെ ഒട്ടേറെ കലാവാസനകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം എനിക്കൊന്ന് ഷോർട്ട് ഫിലിമുകൾ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അതാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പല ഷോർട്ട് ഫിലിമുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു, പല അവാർഡ് അല്ലേ അതിലൊക്കെ പോവുകയും അവാർഡുകൾ കരസ്ഥമാക്കുകയൊക്കെ ചെയ്തു, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലരുടെയും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തനായ സഞ്ചാരി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ജീവിതത്തിൽ നമ്മളെല്ലാം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വ്യത്യസ്തനായ സഞ്ചാരിയാണ്. ഇങ്ങനെ തൻ്റെ കല പരിപോഷിപ്പിക്കാനും അതിൽ ക്രിയേറ്റീവായിട്ട് ഇടപെടാനും അതിൽ പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനും ഒക്കെ വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ഈ ചെറിയ ഇന്റർവ്യൂയിലോട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്ത് പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. ഈ ഉളിയക്കോവിൽ എന്ന് പറഞ്ഞത് അങ്ങ് എപ്പോഴാണ് പേരിനോട് ചേർന്നത്? അതിപ്പോ അടുത്ത സമയത്ത് പേരും മണികണ്ഠൻ പറഞ്ഞ തുടക്കാലത്തൊക്കെ മണികണ്ഠൻ അറിയപ്പെടുന്നത്. ഒരിടത്ത് മത്സരത്തിൽ നിന്നപ്പോഴാണ് അവിടെ 2 മണികണ്ഠന്മാരുണ്ട്. ഇപ്പൊ ട്രോഫി മാറിപ്പോയി. ആ സംഭവിച്ചതാ. അങ്ങനെ അങ്ങനെ അവര് തന്നെ പറഞ്ഞു, ചേട്ടാ ഒരു പേര് ചേഞ്ച് ചെയ്യണം. അപ്പം മികച്ച ആളെ ഞാനായിരുന്നു. പുള്ളിക്ക് വേറെ ജൂറി ആവാല്ല, എനിക്ക് തന്ന് തിരിഞ്ഞു പോയി. അങ്ങനെ നമ്മളിതിന്റെ പേര് അപ്പൊ ഉളിയക്കോൽ ഒരുപാട് പേര് എല്ലാരും പേര് അവരോട് അങ്ങ് ഇടുക. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടിട്ടില്ല. ആദ്യമേ ഞാൻ വീട്ടുപേരിട്ടായിരുന്നു, അപ്പം വീട്ടുപേര് ചേരത്തില്ല. അങ്ങനെ നമ്മൾ പിന്നെ മണികണ്ഠൻ ഉളിയക്കോൽ ചേഞ്ച് ചെയ്യാം. മറ്റേ എല്ലാവരും ഉളിയക്കോൽ ഇത് നമ്മൾ തിരിച്ചിട്ട് അങ്ങനെ ഇട്ട് അതിപ്പം പബ്ലിസിറ്റി ആയി. ഇപ്പൊ എവിടെ വിളിച്ചാലും ഇപ്പൊ എല്ലാം അറിയപ്പെടുന്നത്. ഓക്കെ. അല്ലെ, നമ്മൾ ഈ സാധാരണ സിനിമകൾ കാണാൻ പോകുമ്പോ അല്ലെ, അഭ്രവാളികയിൽ ഇങ്ങനെ അല്ലെ വെള്ളി വെളിച്ചം ഇല്ലെ, ഇങ്ങനെ അതിന്റെ വ്യത്യസ്ത നിറങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുന്നിൽ സിനിമ തെളിയുമ്പോൾ, അങ്ങനെ ആ ഒരു കുട്ടിക്കാലത്ത് കൊട്ടകൾ സന്ദർശിച്ച് ഈ ഒരു വെള്ളി വെളിച്ചത്തിനോട് അല്ലെ അഭ്രവാളികയിൽ വീഴുന്ന വെളിച്ചത്തിനോട് ഒരു കൗതുകം തോന്നിയിട്ട് പതുക്കെ സിനിമയിലോട്ട് ഒരു ആകർഷണം തോന്നി. അങ്ങനെ പതുക്കെ അത് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഞങ്ങളെ ഇവിടെ രണ്ടാമത്തെ എസ് വി ടാക്കീസ് തിയേറ്ററിലോ അവിടെ പാട്ട് കേൾക്കുമ്പോൾ വീട്ടിൽ കേൾക്കാം. എന്നിട്ട് അവിടെ നമ്മൾ പടം കാണുമ്പോൾ അന്നേരം ഒരു ആഗ്രഹമുണ്ട്, ഇതിനകത്തുനിന്ന് വരണം. പക്ഷെ നമുക്ക് പരിചയം ഇല്ലല്ലേ. അങ്ങനെ പിന്നെ നമ്മള് നാടകം കാണാൻ പോയപ്പോഴത്തെ പിന്നെ കുറെ ഇടം. അപ്പൊ നാടകവും സിനിമ രണ്ട് ലെവലാണല്ലോ. നാടകം പച്ചയ്ക്ക് പ്രേക്ഷകർ മുമ്പേ പറയുന്നു. അങ്ങനെ പിന്നെ ഈ നാടകം തീരുമ്പോൾ തന്നെ നമ്മൾ പോയി നാടകക്കാരെ കണ്ട് ഷേക്കണ്ട് കൊടുക്കുന്നു. ചേട്ടാ മാമാന്ന് വിളിക്കും, കൊള്ളാം ഒരു അന്നേരം മനസ്സിലുണ്ട് ഒരു നടനാവണം, ഇങ്ങനെ രംഗത്ത് വരണമെന്നുണ്ട്. പക്ഷെ എന്നാൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് പറ്റത്തില്ല. പടത്തവും ഇതൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ ഇരുന്നപ്പോഴാ പിന്നെ സ്വന്തമായിട്ട് എഴുതി തരണമുണ്ട്. അമ്മമാർ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ കഥ എഴുതി തരണം. അത് വേറെ സാധനം. അത് എൻ്റെ ഒരു സ്വന്തം അനുഭവമായിരുന്നു. അത് ഞാൻ ഷോർട്ട് ഫിലിമിന്റെ ഷോർട്ട് ഫിലിം അത് ഞാൻ ജോലി ഭാഗമായിട്ട് നിന്നപ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടില് കയറി ചെല്ലുന്നു. അവിടെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടിയുണ്ട്. ഇത് കണ്ട് ഞാൻ അങ്ങനെ ഇയാളെ എന്നെ കണ്ട് ഇയാളെ പോയി. ഇത് ഞാൻ വീട്ടിൽ വന്ന് തല പോയി ആലോചിച്ച് ഇത് വെച്ചിട്ട് ഷോർട്ട് അങ്ങനെ ഫസ്റ്റ് എഴുതുന്നത്. ഇതിങ്ങനെ വെച്ച് അത് ഞാൻ തന്നെ വേഷം ചെയ്യാന്ന് വെച്ച് അങ്ങനെ ഇത് എഴുതിയത് അമ്മ ശ്രദ്ധിക്കുന്നു പറഞ്ഞു. അത് കൊല്ലത്തുള്ള നാടക ആചാര്യൻ, അതായത് കൊല്ലം ഫസ്റ്റ് സാറുണ്ട്, സാറാ അത് ഡയറക്ട് ചെയ്തതും എൻ്റെ കഥ. ഞാൻ തന്നെ പിച്ചക്കാരൻ്റെ വേഷം ഇട്ടു. അതും മത്സരത്തിൽ വരെടുത്ത് ഒരു നടനായിട്ട് അവാർഡ് കിട്ടും. അങ്ങനെ നമ്മള് രംഗത്തും അങ്ങനെ നമ്മള് അത് പറഞ്ഞ് നിൽക്കട്ടെ. നമുക്ക് അപ്പം കുട്ടിക്കാലത്തോട്ടൊന്ന് ചെറിയ ഒരു ഫ്ലാഷ് ബാക്ക് സിനിമയുടെ ടേമിൽ പറയുകയാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. ഈ ഫ്ലാഷ് ബാക്ക് നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഈ എങ്ങനെയായിരുന്നു നാടകത്തിനോടൊക്കെ കലകളോടൊക്കെ കലയോട് നമുക്ക് വലിയ താല്പര്യം. പണ്ടും എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ ടീക്കടിയ സ്കൂളിൽ ഉളിയക്കോല് ഞങ്ങളെ സ്കൂളിൽ 5 വരെ പഠിച്ച്. അതിനുശേഷം കടപ്പാട് തന്നെ SNDP സ്കൂളുണ്ട്, SNDP തന്നെ അവിടെ. അത് 6-7 അവിടെ പഠിച്ചു. പിന്നെ 8, 9, 10 ടീക്കടിയും ചെയ്യും. അവിടെ 10ാം ക്ലാസ് പാസ്സായി അവിടെ തന്നെ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ പിന്നെ വീട്ടിലെ സാഹചര്യത്തിനായിട്ട് അച്ഛനും കൂടെ തൊഴിലിറങ്ങി ഇങ്ങോട്ടും പോയത്. അങ്ങനെയാണ് പഠനകാലം. അപ്പൊ ഈ പഠനകാലത്ത് എപ്പോഴൊക്കെയാണ് ഒരു സ്റ്റേജിൽ കയറാൻ അവസരം കിട്ടിയത്? സ്റ്റേജ് നമ്മള് ഈ ഓണപരിപാടി നടത്തുമല്ലേ, ഓണപരിപാടി നടത്തുമ്പോൾ അവിടെ ഫാൻസി ഡ്രസ്സ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ മത്സരത്തിന് എല്ലാ മത്സരവും ചേരും. കായികം അല്ലാത്തത് കലാപരമായിട്ടുള്ള എല്ലാ പരിപാടിയും ചേരും. ചേരുമ്പോൾ നമുക്ക്
ചെറിയ അന്ന് സപ്പോർട്ടി ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസ് കിട്ടും. അന്ന് നമുക്ക് ആവേശമായി ഇതിൽ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ കലാരംഗത്തോട് നമ്മൾ സജീവമായിട്ട് കാണും. പിന്നെ ഈ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയം വേറെ ആരുമില്ല. ഇന്നാളൊന്ന് പരിചയപ്പെടും. ഇപ്പം രാജീവ് സാറ് അങ്ങനെ ഒരു ബന്ധം നമുക്ക് കിട്ടിയില്ല. ഇപ്പോഴാ ബന്ധം ഒരുപാടായി. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ വരാറുണ്ട്. നേരത്തെ നാടകത്തിൽ പോകണ ഒരു പണ്ട് തൊട്ട് ഇപ്പോഴും നാടകം നടന്ന അവരുടെ ആഗ്രഹമാണ്. കലാകാരന്മാരുടെ അല്ലേ ഒരു അവസ്ഥ ഇതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളല്ലേ. തീർച്ചയായിട്ടും അല്ലെങ്കിൽ പോണം ഇപ്പോഴും ഇപ്രാവശ്യം ഈ വർഷം ഇപ്രാവശ്യം വീട്ടിൽ പറയട്ടെ ഈ വർഷം നടത്തണോട്ടെ, എനിക്ക് ആഗ്രഹമായി. ചാവുന്നതിന് മുമ്പ് ഒരു ആഗ്രഹമുണ്ട്. എന്താ പറയാ, നാടകത്തിന് പോട്ടെ പരിപാടി ഇതാകുമ്പോൾ വീട്ടിൽ കാണും. ഷോർട്ട് ഫിലിം ഇതായിട്ട് നിന്നുണ്ട് ഇവിടെ തൊട്ട് നിൽക്കുമ്പോൾ ശരി അവരെ നമ്മളായിട്ട് ഇനി ഒരു കുടുംബം ഇല്ലാതാക്കണ്ട. അങ്ങനെ അതാണ് അങ്ങനെ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. പോകുന്നുള്ള കാരണം എന്റെ പോണം അത് ഒരു ആഗ്രഹമല്ലേ, നമ്മുടെ ഒരു ജീവിതമാണുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് തിരിച്ച് ഷോർട്ട് ഫിലിമിലോട്ട് വരാം. അപ്പം ആദ്യത്തെ സൃഷ്ടി ഇപ്പൊ എൻ്റെ അടുത്തൊരു ഷോർട്ട് ഫിലിം അയച്ചു തന്നു. എന്തായിരുന്നത്, എനിക്ക് തോന്നുന്നു സ്നേഹക്കൂടായിരുന്നു അല്ലേ? അതായിരുന്നു തോന്നുന്നു എനിക്ക് അയച്ചു തന്നെ, ഞാൻ കണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് ആദ്യത്തെ ഷോർട്ട് ഫിലിം അതായിരുന്നോ? അല്ലല്ല, മറ്റേ സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്തത്, സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്തത്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ആ സ്റ്റോറിയെ പറ്റിയാണ്. ആ സ്റ്റോറി അത് ഈ രണ്ടാനച്ഛന്മാരെ വലിയ കുഴപ്പം. ആ രണ്ടാനച്ഛൻ പിന്നെ മോളോട് പെരുമാറി രണ്ട് സീനുണ്ട്. അതിൽ നിന്ന് രക്ഷമാണ് ഈ കൊച്ചിന്. അപ്പൊ ഈ കൊച്ചി ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ രണ്ടാനച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നു. ഒരു കൂടെ ആളെ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് എന്നിട്ട് ഇദ്ദേഹം ഇവിടെ സെറ്റിൽമെന്റ് ആവുക. എന്നിട്ട് ഒരു വീട് വാടക എടുത്തിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഇയാൾക്ക് മാറി നിർത്തി നിൽക്കാം. ഈ കൊച്ചിനറിയാം. അങ്ങനെ കൊച്ച് ഇയാൾ വരുന്നതിന് തലേന്ന് വിളിക്കും. നാളെ വരുന്നതിൻ്റെ കൂടെ ഒരാൾക്കും. അങ്ങനെ ഈ കൊച്ച് അവിടെ നിന്ന് നേരെ എൻ്റെ അടുത്ത് വരുന്നത്, നമ്മുടെ അടുത്ത് കരഞ്ഞു പറയുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇതിനെ എൻ്റെ കൂടെ ഇന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ചു. അങ്ങനെ അച്ഛൻ്റെ മരണവും ആയി നിന്നപ്പോൾ ഒരു ബലിയിടുന്ന ദിവസം ഇന്നൊരു അപകടം ഉണ്ടായി. അച്ഛൻ കൊട്ടേഷൻ കൊടുക്കും. പിന്നെ അതിന് കണ്ണ് കാണാതെ വരുന്നു. പിന്നെ നമ്മൾ കണ്ണ് ചികിത്സിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് നമ്മൾ കൊടുത്തത് സ്നേഹക്കൂട്. അതിപ്പം കൊടുത്ത് മത്സരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് ശേഷമുള്ളതാണ് ഇപ്പൊ പുതിയത് അമ്മ ഒപ്പം ഉണ്ടായത്. 29 റിലീസായി. ഷോർട്ട് ഫിലിമിന്റെ ഒരു ജൈത്രയാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിധു വിൻസെന്റ്, അതെനിക്കൊന്നും ഒരു നിർണായകമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു അല്ലേ ഇടയ്ക്ക്, മാൻഹോൾ എന്ന് പറയുന്ന സിനിമയിൽ. അതിനെ കുറിച്ചൊന്ന് പറയാം. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുന്ദർരാജിനോട് നേരത്തെ അതിനകത്തൊരു പ്രധാന വേഷം ചെയ്യാനാണ് വിളിച്ചത്. അങ്ങനെ സുന്ദരനോട് പറഞ്ഞ് ഇങ്ങനെ ആള് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശരീരത്തിന് പറ്റിയ ആള് ഞാനേ ഉള്ളൂ. അങ്ങനെ സുന്ദരായി എന്താ കാരണം കാണിച്ചാന്ന് അറിയത്തില്ല, വിളിച്ചില്ല. അങ്ങനെ ഇദ്ദേഹത്തെ ഇവർ തിരക്ക് നടന്ന് വേറെ കക്ഷി കിട്ടി. പുള്ളി അഭിനയിച്ചു. എന്തോ മാഡത്തിന് എന്തോ ഇത് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കോടതി സീനുണ്ട്, എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാനൊന്ന് വീട്ടിൽ പെയിന്റ് ചെയ്തോണ്ടിരിക്കും. എന്നെ വിളിച്ച് വെളുപ്പാരാൻ പറയാം. അങ്ങനെ പെട്ടെന്ന് ഓട്ടക്കുടിയൊക്കെ കുളിച്ച് ഓടി അവിടെ വന്നു. അപ്പോൾ എനിക്ക് മാഡത്തിന് അറിയത്തില്ല, മാഡത്തിന് എന്നെ അറിയില്ല. അങ്ങനെ ഫോൺ ചെയ്ത് ഞാൻ മാഡം ഇറങ്ങി വന്നു. ഇവിടെ ചില പരിചയമുള്ളൂ. ഷൂട്ട് കഴിഞ്ഞ് ഒന്ന് കാപ്പിയൊക്കെ തന്നു പറഞ്ഞു വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പോഴാണ് ഒരു 6 മണിയപ്പോൾ എന്നെ വിളിക്കും. മണിയാണ് ചേട്ടാ എത്രയും പെട്ടെന്ന് രാമാ ക്ലബിലോട്ട് വരാൻ പറഞ്ഞു. എളുപ്പം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് എളുപ്പം വരാൻ, ഓട്ടോ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷൂട്ട് കിടന്നു. അതിൻ്റെ ഒരു പ്രധാന സീൻ എടുക്കാൻ. ആ സീൻ നമ്മൾ ചെയ്തു, പക്ഷെ അത് പടത്തിൽ വന്നില്ല. അത് പ്രധാന സീനാണ് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഞാനും അറിയപ്പെട്ട സീനാണ്. അതിൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷന് ആ സാറിൻ്റെ പിറന്നാളിന് ഇദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കും. ഈ നായിക ഈ സമ്മാനം എന്ന് പറഞ്ഞാൽ മല കൊടുക്കുന്നത്. ഇത് ഇദ്ദേഹം പൊട്ടിച്ച് നോക്കും, കൈയിട്ടൊക്കെ ഇതാ. അങ്ങനെ അത് ഈ പൊക്കുന്നത്. അപ്പം ഇത് കൊടുത്തിട്ട് ഈ കൊച്ചിൻ്റെ ഈ നായിയുടെ കൂടെ ഞാനും ആട്ടെ ഈ നായിക കൊടുക്കും, തൊട്ടുപുറകെ ഞാനും കൊടുക്കും. എന്നിട്ട് സ്ലോ മോഷൻ പോകുന്ന സീനാണ്. നല്ല സീനാണ്, ഭയങ്കരമായിരുന്നു. എനിക്ക് ഭയങ്കരമായിരുന്നു. അതിന് പോസ്റ്ററൊക്കെ വീട്ടിലിട്ടുണ്ട്. പക്ഷെ അത് സർക്കാർ നിരോധിച്ചു. അത് കാണിക്കാൻ പറ്റില്ല, കമ്മീഷനെ അവമാനിക്കില്ല വേറെ. അങ്ങനെ പിന്നെ അത് മാറ്റിയിട്ട് അത് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെല്ലാം കൂടെ ആ റൂമിനകത്ത് കയറി പോന്നു, ഒരു കശുവീരുണ്ടാക്കുന്നു. അതാ പണം എൻ്റെ പടം. പക്ഷെ അതാണ് എൻ്റെ. പക്ഷെ അത് എനിക്കും ഇതായിരുന്നു പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കൂടെ സോമാഷിന്റെ സുരേഷ് ഗോപി പോകുന്നൊക്കെ ഒരു പോക്കായിരുന്നു. അല്ല എനിക്കും ഭയങ്കര അതിന് പോസ്റ്റർ കിട്ടി ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷെ അത് നമുക്ക് നടത്തിയില്ല. ആദരവിനകത്ത് എനിക്ക് ഒത്തിരി കിട്ടിയായിരുന്നു. അങ്ങനെ അപ്പം ഈ സൃഷ്ടി എങ്ങനെ, ഈ ഒരു ആശയം എങ്ങനെ ഉടലെടുക്കുന്നു മനസ്സിൽ?
അല്ല ഞാൻ എന്നെ അല്ല, സംബന്ധിച്ച് പെട്ടെന്ന് കഥകൾ വരണമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മള് നേരത്തെ ഒരു കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന്, അപ്പൊ അതിനൊക്കെ അനുഭവങ്ങൾ ഇത് മറ്റേ തിരുവോളം രണ്ടാം അച്ഛന്റെ ആ ഒരു ഇത് മറ്റേ ഇപ്പോഴത്തെ രണ്ടാം അച്ഛൻ ഇപ്പം പത്രത്തിൽ വാർത്ത രണ്ടാം അച്ഛന്മാരെല്ലാം കുഴപ്പക്കാരാണ്, അങ്ങനെ ഒരു ഐഡിയ വന്നതാ. അങ്ങനെ ആ ഇപ്പോഴും ഈ പുതിയതും ആ ഒരു കഥ തന്നെ ഇപ്പൊ എടുക്കാൻ പോകുന്നത് അത് വേറിട്ടൊരു കഥയായിട്ട് നമ്മൾ കാണിച്ചേക്കുന്നത്. അത് നല്ലൊരു സ്റ്റോറി നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ സംവിധാനം ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അതില്ല പഠിച്ചാൽ സാറേ അതിന്റെ ഒരു കാര്യം ഞാൻ അറിയാവുന്ന സാറുമാരുണ്ട്, ഇവരോടെല്ലാം ഞാൻ ചോദിക്കും, ഒരേ കാര്യം ചോദിക്കും. ഇപ്പം സോപാനത്തിൽ ഒരു അറിയപ്പെട്ട ഒരു സാറ് വരുന്നു, അപ്പം നമ്മൾ ചെന്ന് പരിചയപ്പെടും, എന്നിട്ട് സാറിനോട് കുറേ കാര്യം ചോദിക്കും. സാറേ അത് അങ്ങനെ സാറ് പറഞ്ഞു, പക്ഷേ ഈ പുള്ളി അറിയുന്നില്ല നമ്മൾ പഠിക്കാനാണ്. നമ്മൾ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞു. അങ്ങനെ നമ്മൾ പലരെയും കണ്ട് ഇതെല്ലാം നമ്മളെ മനസ്സിലിരിക്കും. ഈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കാണും. എന്നിട്ട് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും ഈ സീൻ എങ്ങനെ എടുക്കണം. നമ്മൾ സ്വന്തമായിട്ട് ഞാനങ്ങ് ആലോചിക്കും എങ്ങനെ എടുക്കണം. എന്നിട്ട് ആലോചിക്കും മറ്റേ സാറ് പറഞ്ഞു ശരി ഓക്കെ, അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന് ചോദിച്ച സീൻ അത് നമ്മൾ ചെയ്ത് അങ്ങനെ, അപ്പൊ അത് ഇതിനകത്തും കയറ്റും. അപ്പൊ കറക്റ്റ് അങ്ങനെ വരും. പലരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും സാറേ. അല്ല ഞാൻ പ്രത്യേകം പഠിച്ചതൊന്നുമില്ല, ഈ ചോദിച്ചുള്ള അറിവുകൊണ്ടാ ചെയ്യുന്നതല്ല. ഇപ്പോൾ വരെ ചെയ്യുന്ന അങ്ങനെ. ഒരു നടൻ കൂടിയാണല്ലോ ഇപ്പൊ ഈ ഷോർട്ട് ഫിലിമില് നായകൻ തന്നെയാണ്. അപ്പൊ ഈ നടനം അതിനെ കുറിച്ച് എന്താണ്, എങ്ങനെയാ സ്വന്തം നടൻ എന്നുള്ള നിലയിൽ എങ്ങനെ വിലയിരുത്തുന്നു സ്വയം? സ്വന്തമായിട്ടല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം, എനിക്ക് അഭിനയിക്കാൻ അറിയാം. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ വില്ലൻ വേഷം ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ നമ്മൾക്ക് പറ്റിയ വേഷം ചെയ്തേ പറ്റും. ആ ഒരു അതാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഒരു കണ്ടുള്ളൂ, ഒരു ഷോർട്ട് ഫിലിമേ കണ്ടുള്ളൂ. അതിനൊരു വളരെ സട്ടിലായിട്ടുള്ള അഭിനയം, വലിയ ഓവർ എക്സ്പ്രഷൻ ഒന്നും ഇല്ല, വളരെ ഇങ്ങനെ ബിഹേവ് ചെയ്യുക, അതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അപ്പൊ അങ്ങനെ അതെങ്ങനെയാണ് അത് ആ ഒരു സ്റ്റൈലിലോട്ട് വന്നത്? അത് ഇതാണ് എനിക്ക് പറ്റിയെന്ന് എങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നു? അല്ലല്ല, സ്വന്തമായിട്ട്. പിന്നെ ഒരു കാര്യം സാറേ, ഞാൻ ഒന്ന് മേക്കപ്പ് എടുക്കും, മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കും. അതാണ് എന്റെ ഒരു കാര്യം. മുഖത്തിൽ അറിയണമല്ലേ, മേക്കപ്പ് വേറെ മുഖം അല്ലതാണ്. മേക്കപ്പ് ഇല്ലാതെ നമ്മൾ അഭിനയ രംഗത്തോട്ട് വരുന്നുണ്ട്. ഒരു സംഭവം സാറ് പറഞ്ഞതാണ്, നമ്മള് പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ചുമ്മാ റിഹേഴ്സ് ചെയ്യും. ഞാൻ കഥ എഴുതുമ്പോൾ തന്നെ എനിക്ക് പറ്റുന്ന വേഷം നമ്മൾ എഴുതും, നോക്ക് എങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എനിക്ക് അതേ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് വില്ലനായിട്ട് വന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ ചെയ്തേ പറ്റും, അങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷെ എന്നിട്ട് നമ്മൾ വിളിച്ചാൽ നമ്മൾ ചെയ്യും. ഏത് സീനും ചെയ്തു. എൻ്റെ ഇടയ്ക്ക് സാറേ അത് തന്നെ ആ വെളിയത്തിന്റെ ഞാൻ അതിലോട്ട് വരികയാണ്. ഈ പറയുന്ന വെളിയം ഭാർഗവന്റെ അല്ലെ, ഭാർഗവനെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി വെളിയം കമ്മ്യൂണിസത്തിന്റെ വെളിച്ചം ഡോക്യുമെന്ററിയിൽ അഭിനയിക്കാൻ അവസരമുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയും. അത് പിന്നെ സാറിന്റെ ജീവിതചരിത്രം. അപ്പൊ ആശ്രാമം, അഭിലാഷ് ആശ്രാമം അതിന്റെ സംവിധാനം, അനൂപ് പള്ളിമുക്ക് അദ്ദേഹം അതിന്റെ നിർമ്മാതാവ്. അപ്പം ഒരു ദിവസം രാവിലെ തന്നെ ഷാജിമോൻ എൻ്റെ കഥ എഴുതിയത്. ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ്, ഷാജിമോൻ വിളിച്ചു പറഞ്ഞ്, മേലിച്ചേട്ടാ കണക്ക് നാളെ വെളിയത്തേറെ വരണം, ഇങ്ങനെ ഒരു ഷോ ഒന്നും പ്രതിഫലമൊന്നുമില്ല, ചേട്ടൻ പറ്റിയ വേഷം ചെയ്ത് തന്നേ പറ്റുമെന്ന് പറയും. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ ചെന്നു, 7 മണിക്ക് ചെന്നപ്പോഴാണ് വഴി കാത്തി നിന്ന് എന്നെ കൊണ്ടുപോയി. അപ്പം ഇപ്പോൾ വേഷമൊന്നും അറിയത്തില്ല, ഒന്നും പറഞ്ഞതുമില്ല. 8-8:30 ആയപ്പോണം ജീപ്പിനകത്ത്. അപ്പം ഒരു നായി കണ്ടെന്ന് പറയും, എന്നെ വിളിച്ച് ജീപ്പിനകത്ത് കയറ്റി കൊണ്ട് ഒരു ഭയങ്കര ഏറ്റവും വലിയൊരു മല, ഒരു പാറമല അതിൻ്റെ മേളിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വേഷം എന്താണെന്ന് ചോദിച്ചു. ചേട്ടൻ പുലയൻ്റെ വേഷം, പണ്ടത്തെ അതിൻ്റെ ആ കഥ പറയുകയാണ്. പിന്നെ രാഷ്ട്രീയത്തിലും. അപ്പം ആ കഥ ഇപ്പം ഞാനുണ്ട്, നമ്മളെ നായികയുണ്ട്. അവർ ഈ മരക്കച്ച കെട്ടി ഈ മുണ്ട് താഴെ വിട്ട് ഒരു ഇങ്ങനൊന്നും മറപ്പൊന്നുമില്ല. ഒരു കൊച്ചുണ്ട്. അപ്പം തമ്പ്രാൻ്റെ സ്ഥലത്ത് ഞങ്ങൾ ഒരു വീട് വെക്കുന്നു. അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ കൈ ഇവിടെ കൊണ്ടാണ്, ഈ ഈറ. ഞാനും പെണ്ണുമ്പോൾ ചോന്നാണ്, ഞാൻ ഈ പാറമലയൊക്കെ പെണ്ണുമ്പോൾ ഞാനും കുറച്ച് മുറം, വട്ടി, ചട്ടി ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ മല കയറിപ്പോയി. ഇവിടെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു അടക്ക അവിടെ നേരത്തെ കൊണ്ട് വെച്ചത്, അത് അതിൻ്റെ കാ പിടിച്ചു. അപ്പം അത് കണ്ട് സന്തോഷത്തിരിക്കുമ്പോൾ തമ്പുരാൻ വരുന്നു. തമ്പുരാൻ വന്ന് അത് വെള്ളം വെച്ചിട്ട് ആ പാക്കിന് എന്നെ അടിച്ചു പൊട്ടിച്ച്, മുഖം അടിച്ച് പൊട്ടിച്ച് ചവിട്ടും. അങ്ങനെ എന്നെയും ഇപ്പം ഇവരെ അങ്ങ് അടിച്ചതള്ളൂ. അങ്ങനെ ഞാൻ ആ പാറമേള ഒരു കിലോമീറ്റർ ഉണ്ട് ഉരുണ്ട് ഇന്ന് താഴെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ ബാക്കി പ്രവർത്തകരെല്ലാവരും അവിടെ അടികൊണ്ട് കിടക്കുക. അവിടെ തൊട്ടാ ഈ ചെങ്കോടി. പിന്നെ എഴുതുക അവിടെ നമ്മള് അത് നല്ലത്, അത് ശ്രദ്ധിക്കപ്പെട്ട നല്ലതാന്ന് പറഞ്ഞാൽ ഈ വിമോചനത്തിന്റെ പാട്ടുകാർ എനിക്കൊന്നും അതിനകത്തും അഭിനയിച്ചല്ലോ. ഇപ്പൊ അഭിനയിച്ചത്
അത് ഇപ്പോഴത്തെ ചാന്നാലകള മാറുമറക്ക സ്മരത്തിൻ്റെ അതിനകത്ത് പിന്നെ പണ്ട് ഈ സംഭവം ഈ താഴ്ന്ന ജാതിക്കാർ പെൺകുട്ടികൾക്ക് മലക്കച്ചവടം മാറുമറിച്ചുള്ള അപ്പം നെയ്യാറ്റിങ്കര ചന്തയിലായിരുന്നത് പണ്ട് നടന്ന സംഭവം. ഇപ്പം അവിടെ പറ്റത്തില്ല. അവിടെ ഇപ്പം വലിയ മാളികയൊക്കെ വന്നിട്ട് പറ്റുന്നില്ല. അങ്ങനെ അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ട് മൊത്തം അടിപൊളി സെറ്റായിരുന്നു. അല്ല ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സെറ്റിട്ട് പിന്നെ ഇതാണ് മാട എന്നെ വിളിച്ച് ചെന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ ചന്തയിലോട്ട് കാളവണ്ടിക്കാണ് സാധനം കൊണ്ടുവരുന്നത്. അപ്പം കാളവണ്ടി വരുന്നു, ഞാനേറെ പുറക്കെ തെള്ളി വരുന്നു, നടന്നു, അതൊരു സീൻ എടുത്തു. പിന്നെ ചന്ത ആൾക്കാരിക്കുമ്പോഴാണ് ഈ താഴ്ന്ന ജാതി കൊച്ച് മലക്കൊച്ചൻ കെട്ടി വന്ന് സാധനം മേടിക്കുന്നു. അപ്പം രണ്ട് തമ്പറക്കാന്മാർ വരും. ഇവർ കണ്ടത് കൊച്ചിനെ കണ്ടു പറഞ്ഞു ടീ പറഞ്ഞ് വേണ്ട ചീത്തയൊക്കെ വിളിച്ചിട്ട് വന്ന് ഇവിടെ പിടിച്ചാൽ പൊട്ടിക്കും. എന്നിട്ട് ചിരട്ട കെട്ടി കിട്ടും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ന ഒരാൾ എന്തോ പറയാം, അങ്ങനെ അവനൊരു അടി അടിക്കും. അപ്പം ഞാൻ അന്നേരം കാളവണ്ടിക്ക് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്നെ ഫോക്കസ് ചെയ്തേക്കാം, ഞാൻ ഇങ്ങനെ പോയി വെക്കുന്നു. അങ്ങനെ ഇത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു തമ്പരാൻ അടി അടിക്കും. അടി അങ്ങ് വലിയ, പിന്നെ അപ്പോൾ അയാൾ എഴുന്നേറ്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ഞാനാണ്. കലമൊക്കെ അടിച്ച് പൊട്ടിച്ച് അത് തമ്പരാൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടുക. അതാണ് അതിനകത്ത് നല്ല വേഷമായിരുന്നു. അത് ചെയ്ത് നല്ല സാധനം മാറുന്നത്. രണ്ട് ടേക്ക് എടുത്തോളൂ. പെട്ടെന്ന് തന്നെ എടുത്ത് തീർത്തപ്പോഴത്തേക്ക് 4 മണിയുണ്ടായി. പെട്ടെന്ന് എടുത്ത് എന്നിട്ട് 5 മണിയാപ്പം എനിക്ക് ക്യാഷ് തന്നു എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അതാണ് വലിയൊരു ഇതായിരുന്നു. പിന്നെ അത് ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനമായിരുന്നു. പിന്നെ ശൈല ടീച്ചർ ഉദ്ഘാടനം. മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഞാനന്ന് പോയി. അന്ന് എനിക്ക് വണ്ടിക്കൂലി തന്നു. ഒത്തിരി പടം പടം കാണുന്നത് നമ്മുടെ എനിക്കും തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല എൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ ആ കഥ എന്ന് പറഞ്ഞാൽ 2 ലെവലാണ് സാറേ. അതായത് ഇപ്പോഴത്തെ കാലഘട്ടം വെസ്റ്റേൺ ഒരു സൈഡ്, പണ്ടത്തെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റാ എന്ന് പറയാം. ഈ കളർ കാണിക്കും ബ്ലാക്ക് ആൻഡ്. അപ്പം ആലപ്പുഴയുള്ള ഒരു പണ്ടത്തെ ഒരു പാട്ടുകാരി ഒരു ഇതുണ്ട്. അവര് കൊച്ചുമക്കളടുത്ത് കഥ പറയുന്നത്. അപ്പൊ കൊച്ചുമക്കൾ വെറും കൂടെ കിട്ടി അവര് തറക്കുക. അപ്പൊ അവരുടെ അടുത്ത് പണ്ടത്തെ കഥ പറയുന്നത് ഇത്. അത് ആ വേഷം നമ്മൾ ചെയ്തു. നല്ല ഒരു ഇതായിരുന്നു. നമുക്ക് എനിക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിനകത്തൂടെ നമ്മൾ ഇന്ന് വന്നായിരുന്നു. പിന്നെ മാഡത്തിന്റെ സ്റ്റാൻഡപ്പ് ഓടിച്ചായിരുന്നു. അതിന് പോകാൻ പറ്റിയില്ല എനിക്ക്. ഒന്ന് ഇതുപോലെ അന്ന് അവിടെ വിളിച്ചു. ഈ മറ്റേ എന്നെ ഇവിടെ വിളിച്ചായിരുന്നു. വരാമെങ്കിൽ ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് പോകാൻ പറ്റില്ല. മൊത്തം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൂരോട്ട് വീട്ടുകാർ വിടത്തില്ല. ഇവിടെ തന്നെ കറങ്ങിക്കണം. അതാണ്. അപ്പം ദൂരോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഇതാണ് നമ്മള് പോവാത്തത്. പിന്നെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ വീട്ടിലും ആളായി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും ഒരു സ്കൂൾ തലത്തില് നാടകവും ഫാൻസി ഡ്രസ്സും ഒക്കെ ആഗ്രഹിച്ച് എന്തായാലും ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ, നടൻ അല്ലേ, അങ്ങനെ മറ്റ് ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സിന്റെ ഇപ്പൊ കഥാപാത്രങ്ങളും ഒക്കെ ചെയ്യാൻ അവസരം ഉണ്ടായി അല്ലെ, ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ അവസരം ഉണ്ടായി മറ്റുള്ളവരുടെ ഡയറക്ടേഴ്സിന്. അപ്പോൾ അങ്ങനെ ഒരു ചൈത്രയാത്ര. ഇപ്പൊ ഇനി എന്താണ് പരിപാടികൾ? അല്ല ഇതിപ്പോ പരിപാടികൾ എന്തൊക്കെയാണ്? പുതിയത് ഇപ്പം 29-ാം തീയതി റിലീസിന്റെ പടം തീർത്തിരിക്കുക. അതിന് ശേഷം നമ്മൾ പറഞ്ഞ എഴുതിക്കൊണ്ട് ജീവിതത്തിന്റെ നേർക്കാഴ്ച പറഞ്ഞു. അത് 1/2 മണിക്കൂറാണ്. അത് ഞങ്ങള് വലിയ ആൾക്കാർ. ഇപ്പൊ എന്റെ പടത്തിൽ എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളാണ്. എല്ലാ നടന്മാരും ഇല്ല. നമ്മള് അവര് എല്ലാവരും പഠിച്ച രംഗത്ത് വരണ്ടേ. മാത്രം വലിയ നടന്മാർ മാത്രം പോരാ. ഇവരെ കൂടെ കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ പോവുക. അതിലേക്ക് ജോലിയുടെ കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഫുൾ ടൈം ഇതേ പോലെ പോകുന്നില്ല. സമയം കണ്ടെത്തി നമ്മൾ ഇതിന് ഒരു ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുവരിക. കലാരംഗത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെ നിൽക്കാൻ പാട്ട് പാടാത്ത ആരും ഇല്ല. എല്ലാവരും ഇമ്മാനും പാടും. പക്ഷെ അവർക്ക് വേദി വന്ന് പാടാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. ഇപ്പൊ തന്നെ ടി വി നമ്മൾ ഇത് കാണുമ്പോൾ എന്നെ ഓരോരുത്തർ പറയും. പക്ഷെ ക്യാമറ മുമ്പിൽ വേറെ ഇവർക്ക് ആർക്കും പറ്റത്തില്ല, വരത്തില്ല. വേറെ ആള് ഇരിക്കുന്ന ആളെക്കെടും. പക്ഷെ നമ്മളങ്ങനല്ല. ഇവരെല്ലാം നമ്മൾ കൊണ്ടുവരിക. നമ്മൾ ആരെ കൊണ്ട് നമുക്ക് സാമാന്യം വന്നാലും നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളു പ്രശ്നം. നമ്മൾ പഠിപ്പിക്കുക, അല്ല വേറെ ഒന്നും അല്ല. നമുക്ക് ഇതുകൊണ്ട് ഒരു വലിയ പ്രതിഫലം ഒന്നുമില്ല. പറഞ്ഞ സാറ് പറഞ്ഞ നമ്മൾ പൈസ കൊടുത്താൽ മനസ്സിലാവും. പിന്നെ ഇതേ ഉള്ളു 10, 600, 700, 800 പടം, ചിലപ്പോൾ 1000 പടമൊക്കെ പങ്കെടുക്കുമ്പോൾ 10 പടം തിരഞ്ഞെടുക്കും. അതിന് നമുക്കൊരു അവാർഡ് കിട്ടും. അപ്പോൾ അത്രയും പടത്തിനകത്ത് നമുക്കൊരു വേഷം ഒരു അവാർഡ് കിട്ടുമ്പോൾ വലിയ സന്തോഷം. പിന്നെ അത്രയും ചില വലിയ വേദിയായിരിക്കും. ആ വേദി ചെന്ന് മേടിക്കുമ്പോഴേ നമുക്ക് ഒരു ചിലപ്പം നമുക്ക് ഉദ്ദേശിച്ചത് സാറായിരിക്കും തരുന്നത്. അങ്ങനെ ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് പോകണം. സാറ് പറഞ്ഞ് ആ സാറേ എനിക്ക് തിരുവനന്തപുരത്താണ് തന്നായിരുന്നു. അപ്പോൾ സാറേ അവിടെയും കിട്ടി. ഞാൻ പറഞ്ഞു അവിടെ നടനായിരുന്നു, ഇവിടെ നടനായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് അവിടെയും കിട്ടി. ഞാൻ പറഞ്ഞു സാറേ അത് തന്നെ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റേ ആര്യ എന്നെ വിളിക്കുന്നത്. ആര്യ വിളിച്ച് ഇങ്ങനെ വർക്കുണ്ട് വിളിച്ച്. പക്ഷെ അത് ഒരു ചെറിയ വേഷം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് വേറെ ആളിന് പറഞ്ഞത്. എന്നെ വിളിച്ച്
വിളിച്ച് എല്ലാം ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് ഇത് ഷോർട്ട് ഫിലിം ആര്യയുടെ പേരെന്താ? കാർട്ടെ ബ്ലാച്ച്. കാർട്ടെ ബ്ലാഞ്ച്. ഓക്കെ. അപ്പം അത് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് ആളെ അറിയത്തില്ല. വിളിച്ച് ചോദിച്ചെല്ലാം റെഡിയാക്കി. അങ്ങനെ അപ്പം എൻ്റെ താടിയാക്കുന്നുണ്ട്, താടിയാക്കാൻ ഇരിക്കുക. അപ്പം ഫോട്ടോ ഇട്ടാൻ പറഞ്ഞു. പെട്ടെന്ന് ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പം എന്താ ചേട്ടാ ഇത് ഇങ്ങനെ തന്നെ വേണം വിളിക്കാൻ പറയാം. 2 ആഴ്ചയായിട്ടും വിളിച്ചില്ല. അപ്പം എനിക്ക് ഞാൻ താടി വളർത്തുക പെട്ടെന്ന് പോയി. ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്നിട്ട് രാവിലെ പോയി വർക്ക്ഷോപ്പ് പോയി മൊത്തം ക്ലീനാക്കി വീട്ടിൽ വന്ന് കയറി കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ മാഡം വിളിക്കുന്നത്. ചേട്ടാ നാളെ ഷൂട്ട് വരണം, കൊച്ചിയിലാണ്. അപ്പം എനിക്ക് പിന്നെ അറിയത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു മാഡം പിന്നെ വിളിച്ചില്ല. ഞാൻ ഇപ്പോൾ ഷേവ് എന്ത് ചെയ്യാൻ പറ്റിയ ഒരുപാട് വഴക്കം. അപ്പം എനിക്ക് വിഷമമായിപ്പോയി. ആദ്യമായിട്ട് വിളിക്കുമല്ലേ, കൊച്ചി ചെല്ലാനല്ലേ. അങ്ങനെ നടനാവാല്ല സന്തോഷത്തിന്. അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു മാഡം ഞാൻ എനിക്ക് ഷേവ് അല്ല ചെമ്മുടിയാക്കും ഷേവ്. ചേട്ടാ എന്ത് ചേട്ടാ നാളെ എല്ലാവരും വരുമല്ലേ, വേണ്ട ഞാൻ വൈകുന്നേരം പറയാമെന്ന് പറഞ്ഞു. വൈകുന്നേരം അപ്പം പറഞ്ഞു ചേട്ടൻ കൊച്ചി വരണ്ട, ഈ വേഷം ഇത് തന്നെ മതി, നാളെ തിരുമുല്ലാർത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. രാവിലെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഷൂട്ടിംഗ് ആയിരിക്കും പറഞ്ഞ് ചെന്നിരുന്നപ്പോഴാണ് ഈ മാഡം ക്യാമറമാനും ഞാനും ഉള്ളു. അങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു. അപ്പം ഞാൻ വായിച്ചു നോക്കി. വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചായ കൊണ്ടുവന്ന് ചേട്ടാ തുടങ്ങാം. ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ സ്വന്തമായിട്ടങ്ങ് അഭിനയിച്ചു വേണം, ഞാൻ മാറിയിരിക്കത്തേ ഉള്ളൂ. ചേട്ടൻ്റെ ആ ശൈലിയിൽ അങ്ങ് അഭിനയിച്ച് പണം തരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 9 മണിയായപ്പോൾ ശമ്പളത്തിൽ ശരി. അങ്ങനെ ഞാൻ ശൈലിയിൽ മാഡം പിന്നെ പറഞ്ഞു തരും. ചേട്ടാ ഇങ്ങനെ കൂടെ നിൽക്കുക. ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറച്ച് പഠിക്കാനും പറ്റും. നിന്ന് എടുത്ത് 4 മണിയായപ്പോൾ ഉച്ചയ്ക്ക് 4 മണിയായപ്പോൾ പണം തീർന്നു. തിരുവല്ലാതെ പണം തീർന്നു. വന്നു കഴിഞ്ഞാൽ അത് മാഡം തന്നെ ബസ് സ്റ്റാൻഡിൽ അയച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഹൈദരാബാദ് അവിടെ ഇവിടെയൊക്കെ മാഡം അയച്ച് പ്രൈസ് മേടിച്ചോണ്ടിരിക്കും. അപ്പം കേരളത്തിലോട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ എന്നപ്പോഴാണ് മത്സരം വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ മാഡത്തിന് അനുമതി ചോദിച്ചു. നമുക്ക് ചോദിക്കാൻ ഞാൻ ചോദിച്ചു മാഡം നമുക്ക് കൊല്ലത്തില്ല ഇവിടെ കണ്ട് മത്സരമുണ്ട്, കൊടുക്കട്ടെ. ചേട്ടാ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരിടത്ത് പോകുമ്പോൾ അവിടെ നടനായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ വീണ്ടും കൊടുത്തു. എല്ലായിടത്തും നടനായിട്ട് തിരഞ്ഞെടുക്കും. അപ്പം നമുക്കത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് അവാർഡ് മിക്ക മേടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പം നമ്മൾ അടുത്ത സമയത്തുള്ള ഒരു മത്സരം വന്നപ്പോൾ ചോദിച്ചു. മാഡം പറഞ്ഞ് ഇതിപ്പോൾ നമ്മൾ 5 പടം വിദേശത്ത് മത്സരത്തിൽ പോയേക്കും. ഇപ്പം 2ാമത്തെ പടം നമ്മളെ പടമാണ്, 3-ാം നമ്മളെ പടമാണ്. അതുകൊണ്ട് ചേട്ടാ ഇതിപ്പോൾ സ്റ്റോപ്പ് വെച്ചേക്ക്, ഒരു കാരണവശാലും കൊടുക്കല്ലോ. ഇവിടെ നമ്മൾ ലോക്കൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് അതുകൊണ്ട് ബ്ലോക്കാക്കി പടം എൻ്റെ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഞാനും കൊടുത്തതുമില്ല. മത്സരം അറിയിക്കുമ്പോൾ പ്രത്യേകം പറയും സാറേ ഇത് കാരണം ഒരു കാരണവശാലും പ്രദർശിപ്പിക്കല്ലേ, ഇങ്ങനെ കേസ് കിടക്കുന്നുണ്ട് വിളിച്ച് പറയില്ല. അങ്ങനെ മിക്കയിടത്ത് നമ്മൾ എവിടെ പോയാലും നമുക്ക് നടന്നിട്ട് അവാർഡ് കിട്ടി. പുത്തൂര് മാത്രമേ ഉള്ളൂ എനിക്ക് അംഗീകാരമായിട്ട് കാണുന്നല്ലേ. ഓക്കെ. അപ്പൊ ഈ ഒരു സിനിമാ മോഹം ഉണ്ടോ മനസ്സിൽ? ഇങ്ങനെ സിനിമ ഡയറക്ടർ ആവണമെന്നൊക്കെ, ഒരു വലിയ സിനിമ വലിയ ക്യാൻവാസിൽ, ഇപ്പൊ ഷോർട്ട് ഫിലിം അല്ലേ, അതിൽ നിന്ന് ഒരു പുതിയ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്, ചെയ്യണമെന്ന്, നടനാവണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിനിമയിൽ ഒരു മുന്നിൽ ചില ഗുരുക്കന്മാരായിട്ട് വല്ലവരെയൊക്കെ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ആ ഗുരുക്കം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ നമ്മൾ ചില ഡയറക്ടേഴ്സിന്റെ പടം കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല സാർ. അത് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീനിവാസൻ സാറിന്റെ ഞാൻ ആ പടം ഇപ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അരികാണ് എനിക്ക് ഇപ്പോഴും ചെയ്യുന്നത്. പുള്ളി ഭയങ്കര എനിക്ക് ഞാനിപ്പോ ഇടയ്ക്ക് ഒരു എറണാകുളത്ത് ഒരു സാറിനെ വിളിച്ച് പറഞ്ഞു സാറേ എനിക്ക് ആ സാറിനെ നേരിട്ടൊന്ന് കാണാൻ ഒരു വഴി ഒന്ന് ഒപ്പിച്ചിടണം. 2 വട്ടം വിളിച്ചു ചോദിച്ചു. പ്രിൻസ് സാറ് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് റെഡിയാക്കാന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ പടം ഇപ്പോഴും ഏത് പടം ഞാൻ കാണും. അപ്പൊ ആ അദ്ദേഹത്തിന്റെ അഭിനയവും ആ കഥയുടെ ഒക്കെ ഒരേ കഥകളും വ്യത്യസ്തമായ കഥകളില്ല. അപ്പൊ നമ്മള് അന്നും ഇന്നും ശ്രീനിവാസ സാറിനെ നമ്മൾ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ട് ഇപ്പോഴും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന കഥയെല്ലാം കുടുംബ ചിത്രം. അതാണ് എന്റെ ഒരു, ഞാൻ ഇപ്പൊ 4 എണ്ണം എഴുതുന്നത് 4 കുടുംബത്തിൽ, അല്ലാതെ വേറെ ഒന്നും എഴുതത്തില്ല. അതിനകത്ത് അടികിടികളിലും ഒന്നും എഴുതുന്നില്ല ഇപ്പോഴും. അപ്പോൾ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. ഭാര്യയുണ്ട്, BA വരെ പഠിച്ചതാണ്. ഇപ്പൊ വീട്ടിൽ ഇപ്പൊ ഉണ്ട്. ഒരു മോനിപ്പോ ഡിഗ്രിക്ക് പൂർത്തിയാക്കി 12 NS കോളേജിലാണ് ഹിന്ദിയാ വിഷയം എടുത്തേക്കുന്നത്. ഇപ്പൊ വീട്ടിലുണ്ട്, പുറത്താൻ വീട്ടിലുണ്ട്. പിന്നെ ഞാനുണ്ട്, പിന്നെ അമ്മ എൻ്റെ കൂടെ. ഞങ്ങള് 5 മക്കളാണ്, 3ാമത്തെ ആളാണ് ഞാൻ. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ കലാവാസനകൾ ഇങ്ങനെ താല്പര്യം? മോന് കലാവാസന ഉണ്ടെങ്കിൽ അവൻ കോളേജിൽ കിടന്ന് കോളേജിലെ ടീച്ചർമാരും ഇവരൊക്കെ ആയിട്ടായിരുന്നു വല്ല കല ഡാൻസും ഒക്കെ പരിപാടി. പക്ഷെ ഇവിടെ വിളിച്ച വരത്തില്ല, ഷോർട്ട് ഫിലിം ഒന്നും വരത്തില്ല. ഞാൻ പറയില്ല മോനെ മാമനെ ഒരു സാധനം വരത്തില്ല, കാണാൻ പോലും വരത്തില്ല. കണ്ടു കഴിഞ്ഞ് അഭിപ്രായം പറയുമ്പം അച്ഛാ അന്ന് ഇട്ടു നോക്കാം ഞാൻ കാണാം, അന്നേരം മൊബൈൽ കൊടുക്കും, അന്നേരം കാണും. അല്ലാതെ കോളേജില് ഏത് പരിപാടിയിലും അവനുണ്ട്. അത് ഇവിടെ വീട്ടിൽ നമ്മളെ മൊബൈലിൽ കൊണ്ട് വീട്ടിൽ കാണിക്കുമ്പോൾ അപ്പം ഞങ്ങൾ തന്നെ ഞാനും വീട്ടുകാരെ അമ്മയായിട്ട് പറയും ഇവിടെ ഇത്രയും കഴിവൊക്കെ നമ്മൾ അറിഞ്ഞില്ല, വിളിച്ചാൽ വരുത്തതും ഇല്ല. അതാ അങ്ങനെ ആൾക്കാർ കണ്ട് പറയും നിന്റെ ഷോർട്ട് ഫിലിം എടു, ഞങ്ങൾ വരണ്ടേ, അല്ലെ കയറ്റുമാറേ ഇടത്തതും ഇല്ല. അതാണ് വിശേഷങ്ങൾ. അപ്പോൾ
എല്ലാവിധ ആശംസകൾ. നമ്മൾ കുറച്ചു നേരം നമ്മൾ സല്ലപിച്ചു, പറഞ്ഞ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മണികണ്ഠന്റെ അല്ലെ ഇതുവരെയുള്ള വർക്കുകളെ കുറിച്ചും എല്ലാം എനിക്ക് സ്വാഗതമൊക്കെ പിടികിട്ടി കാണും. അപ്പോൾ നമുക്ക് കൊല്ലത്തിന്റെ ഒരു അഭിമാനമായിട്ട് ഇപ്പൊ തന്നെ ഉണ്ട് മണികണ്ഠൻ. അപ്പൊ ഇനിയും വളരുക, ഇനിയും പുതിയ പുതിയ വർക്കുകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.